യെസ് ഫ്രണ്ട്സ്, ശബരി വർക്കലയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നാഗപട്ടണത്തിലേക്കാണ് കേട്ടോ. അതായത് തഞ്ചാവൂർ, നാഗൂർ ദർഗ, വേളാങ്കണ്ണി, നാഗപട്ടണം, കാരക്കൽ, അങ്ങനെ ഒരു വലിയ യാത്രയാണ്. ഇതുവരെ നിങ്ങൾ കാണാത്ത കുറേ കഥകളും അറിവുകളും അതുപോലൊപ്പം തന്നെ കുറേ കാഴ്ചകളും ഒക്കെ ആയിരിക്കും അതിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. കാണാതിരുന്നാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം എൻ്റെ നഷ്ടം ഓൾറെഡി ഡീസലൊക്കെ അടിച്ച് ഞാൻ കളഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ കൂടുതൽ നഷ്ടമൊന്നും ഇനി എനിക്ക് വരാനില്ല. ജീവിതത്തിൽ കളക്ടർ ആവാൻ പറ്റിയില്ലെന്നുള്ള വിഷമമൊക്കെ മാറുന്നത് ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് കേട്ടോ. കാരണം ഞാൻ ഇടുന്ന ഒരു ഓർഡറും പാഴി പോകാറേയില്ല. കളക്ടർ ഇട്ട ഓർഡറൊക്കെ ഇങ്ങനെ കാറ്റിൽ പറന്നു പോവുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ റോഡെന്ന് പറയുന്നത്. അതായത് ടോൾ കൊടുക്കുന്ന എന്തിനാണെന്ന് അറിയാലോ, നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചാലക്കുടി കുരട്ടി റോഡ് നമുക്കറിയാം കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് 2-3 മണിക്കൂറാണ് ബ്ലോക്ക്. അതായത് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാനായിട്ട് വെറും 2 മണിക്കൂറാണ് വേണ്ടത്. അതിൽ എക്സ്ട്രാ ഒരു 2-3 മണിക്കൂറോ നമ്മൾ ഇവിടെ ബ്ലോക്കിൽ പെട്ടു. അങ്ങനെ കളക്ടർ ഓർഡർ പ്രഖ്യാപിച്ചതാണ് ഇനി തിരക്കൊഴിയുന്നത് വരെ, ഇത്രയും ട്രാഫിക് ജാം മാറുന്നത് വരെ ടോൾ പിരിക്കാൻ പാടില്ല എന്നുള്ളത്. രാവിലെ ആ ഓർഡർ ഇട്ട് ഉച്ചയായപ്പോൾ തന്നെ അത് ക്യാൻസൽ ചെയ്ത് കേട്ടോ. അത്രയ്ക്ക് നല്ല നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാം. പൊതുജനത്തിനെ സേവിക്കാനൊന്നും ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലെന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെട്ടിട്ട് ഇത്രയും ജനം കഷ്ടപ്പെടുന്നുണ്ട്. ഡെയിലി ടി വിയിലും പത്രത്തിലും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ആരും ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ സ്വന്തം ടോൾ അടച്ചിട്ട് ഇത്രയും മണിക്കൂർ കിടക്കുന്നതിൽ ആരും അസ്വസ്ഥരല്ലെന്നുള്ളത് വളരെയേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആ തിരക്കുന്നൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടത് അങ്കമാലി MC റോഡിലേക്ക് കയറി പെരുമ്പാവൂർ പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഒടുക്കത്തെ ബ്ലോക്ക്. ഞാനൊക്കെ ആലോചിക്കുന്നത് പണ്ടൊക്കെ ഈ റോഡിലെ ചെറിയ കുഴികളൊക്കെ അടയ്ക്കാനായിട്ട് ഒന്നെങ്കിൽ ഡെയിലി വേസിനുള്ള ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ ബംഗാളികളായി. ഇപ്പോൾ കേന്ദ്രമന്ത്രി വരണം ഒരു ചെറിയ ഹോൾ അടയ്ക്കാനായിട്ട്. മന്ത്രിമാരുടെയൊക്കെ ഒരു ജോലി പോയ പോക്കെ. എന്തായാലും ഇവിടെ ഒടുക്കത്തെ ബ്ലോക്കാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. നേരെ കോടനാട് വഴി മലയാറ്റൂർ വഴി കറങ്ങി അങ്ങനെ അങ്ങ് പോകാൻ പെരുമ്പാവൂർക്ക്. കാശിൻ്റെ കാര്യത്തിൽ വളരെ പിശുക്കുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഞാൻ കയറാൻ പോകുന്നത്. മലയാറ്റൂരും കൂവപ്പടിയും അതുപോലെ തന്നെ കോടനാടും ഒക്കെ പോകുന്നവർക്ക് ഊണ് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഈ കാണുന്നത്. ഇത് ഞാൻ പ്രൊമോഷനൊന്നുമല്ല കേട്ടോ, ഞാൻ കയറി കഴിച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്നതാണ്. അതായത് കാശിൻ്റെ കാര്യത്തിൽ പിശുക്കെന്ന് പറയുന്നത് വെറും 60 രൂപ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്നൊരു ഊണിനായിട്ട് വാങ്ങുന്നത്. എന്നാൽ വിഭവങ്ങളുടെ കാര്യത്തിൽ യാതൊരു പിശുക്കും ഇല്ല കേട്ടോ. 4-5 കൂട്ടുകറികൾ, അതും പേരിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. ഓരോ കൂട്ടുകറിക്കും അവിയലാണെങ്കിലും തോരനാണെങ്കിലും മെഴുക്കുവരട്ടി ആണെങ്കിലും എല്ലാത്തിനും ഡിഫറെൻറ്റ് ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ്. ഇനി പോരാത്തതിന് സാമ്പാർ, പുളിശ്ശേരി, രസം, മാങ്ങാക്കറി തുടങ്ങിയ നിരവധി ഐറ്റംസ് ഉണ്ട്. ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ കൂട്ടുകറികൾ ഇത്രയും രസകരമായിട്ട്, ഇത്രയും മധുരകരമായിട്ട്, ഇത്രയും ടേസ്റ്റി ആയിട്ട് കൊടുക്കുന്ന ഹോട്ടലുകളുള്ളത് കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് വീഡിയോ 2025 ജൂൺ മാസത്തിലാണ്. ഇപ്പോൾ നടത്തുന്നവരാണ് ഇത്രയും നല്ല രീതിയിൽ ഊണ് കൊടുക്കുന്നത്. ഇനി 2030 ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ കയറിയിട്ട് അന്ന് വേറെ നടത്തിപ്പുകാരൊക്കെ ആണെങ്കിൽ എന്നെ തെറി വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ മലയാറ്റൂർ, കൂവപ്പൊടി, കോടനാടൊക്കെ പോകുന്നവർക്ക് ഫാമിലി ആയിട്ട് ഉച്ചയ്ക്ക് നല്ലൊരു ഊണ് കഴിക്കണമെങ്കിൽ, അതും വെറും 60 രൂപയ്ക്ക് നല്ലൊരു ഊണ് കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നേക്ക് മദേഴ്സ് കിച്ചൺ. ഗൂഗിൾ എടുത്തിട്ട് വെറുതെ മദേഴ്സ് കിച്ചൺ മലയാറ്റൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. ഇനി അത് കിട്ടാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷൻ കൊടുത്തിരിക്കാം. തഞ്ചാവൂരിലേക്ക് നമ്മൾ ഡിഫറെൻറ്റ് റൂട്ട്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പോകുന്നത് മധുര തേനി വഴിയും റിട്ടേൺ പളനി ഉദുമൽപേട്ട വഴിയും. അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാർ വഴി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞാനൊരു കിടിലൻ സ്പോട്ട് കാണിച്ചു തരട്ടെ, എങ്ങനെ ഉണ്ടെന്ന് പറയണം. വർഷങ്ങൾക്കൊക്കെ മുന്നേ ഞാൻ എൻ്റെ എത്യൂസും കൊണ്ട് കറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് ഇന്ന് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതൊന്ന് കണ്ടുപോയിക്കോ. ഓക്കെ, തമിഴ്നാടിന്റെ കാറ്റ് മലയാളികളെ തള്ളി മറിച്ചിടുന്ന ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മൂന്നാർ വഴി തേക്കടിയൊക്കെ പോകുന്നവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്ന് വരെ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരു തവണ വിസിറ്റ് ചെയ്യുക. അങ്ങനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ പ്ലേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. വർഷങ്ങൾക്കൊക്കെ മുന്നേ ഞാൻ സ്ഥിരം കറങ്ങി നടക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് താഴെ നമുക്ക് തമിഴ്നാടിൻ്റെ തേനി ഡിസ്ട്രിക്റ്റിൻ്റെ ഫുൾ വ്യൂ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണ്. കാൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ വെച്ചാൽ ഒന്നെങ്കിൽ കേരളം അല്ലെങ്കിൽ തമിഴ്നാട്, ആ ഒരു അതിർത്തിയിലാണ് നമ്മളിപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. മൂന്നാറിന് തേക്കടി പോകുമ്പോൾ ഒരു സ്പോട്ടാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു അടാർ വ്യൂ ആണ്. ഒപ്പം തന്നെ ഇഷ്ടം പോലെ വിൻമിൽസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഒരു കാറ്റൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും കേട്ടോ. വൈകുന്നേരമൊക്കെയാണ് വരുന്നതെങ്കിൽ ഇമാതിരി തണുത്ത് വിറയ്ക്കാൻ പറ്റും. ശരിക്കും മനുഷ്യന് പറക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇവിടെ വന്നാൽ ചിലപ്പോൾ പറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയാം കേട്ടോ. അമ്മാതിരി കാറ്റാണ്. പാരച്യൂട്ടിൻ്റെയും ചിറകിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മളിപ്പോൾ മൂന്നാർ വഴി പോകാനുള്ള റീസൺ തന്നെ വൈകുന്നേരം ഈ ഒരു സ്പോട്ടിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ സ്പോട്ടിൻ്റെ പേരാണ് ചതുരംഗപ്പാറ. മൂന്നാറിൽ നിന്ന് 43 കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് 55 കിലോമീറ്ററും ഇവിടത്തേക്കുള്ള ദൂരം. ഏകദേശം ഒരു സെന്റർ പോയിന്റ് ആയിട്ട് വരും. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാറ്റ് ഏത് നിമിഷവും നിങ്ങളെ തള്ളി മറിച്ചിടാൻ നോക്കും. പിടിച്ചു നിന്നില്ലെങ്കിൽ വീട്ടിൽ വെക്കാനുള്ള ഫോട്ടോയുടെ ബോഡി താഴെ തമിഴ്നാട്ടിൽ നിന്നേ കിട്ടത്തുള്ളൂ. ഗുഡ് മോർണിംഗ്. നമ്മൾ തഞ്ചാവൂർ വന്നാൽ മസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. പഴയ ഒരു ഹോട്ടലാണ് കേട്ടോ.
തഞ്ചാവൂരൊക്കെ പോകുന്നവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ദേ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് 2 നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇത് 2 കഴിക്കാൻ പറ്റുമോ? അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തഞ്ചാവൂർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഏറ്റവും അടിപൊളി സ്പോട്ടാണ് സുബ്ബയ്യ മെസ്സ്. നമ്മുടെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലായിട്ടാണ് സുബ്ബയ്യ മെസ്സ് വരുന്നത്. അവിടേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. പഴമയുടെ ഒരു മാധുര്യം കയറുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മാടി വിളിക്കും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ രാവിലത്തെ ടിഫിനാണ്. ഇഡ്ഡലിയുണ്ട്, ദോശയുണ്ട്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഇഡ്ഡലിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇവിടുത്തെ ചട്നികളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ചട്നികൾ ഭയങ്കര ഫേമസ് ആണ്. പല തരത്തിലുള്ള ചട്നീസാണുള്ളത്. തേങ്ങാ ചട്നിയുണ്ട്, തക്കാളി ചട്നിയുണ്ട്, പുതിന ചട്നിയുണ്ട്, അങ്ങനെ ലോട്ട്സ് ഓഫ് വെറൈറ്റീസ്. സോ അത് ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഇനി ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ദേ അതാണ് എൻ്റെ ടേബിളിൻ്റെ മുന്നിലിരിക്കുന്നത്, പൂണ്ടുപൊടി ദോശ. അങ്ങനെ ഒരു ദോശയെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ദേ ഇവിടെ വന്നപ്പോഴാണ് നമ്മളത് ടേസ്റ്റ് ചെയ്തത്. എൻ്റെ അമ്മ, ഒരു അടാറ് സാധനം കേട്ടോ. ഞാൻ ചലഞ്ച് വയ്ക്കുകയാണ്, ഈ പൂണ്ടുപൊടി ദോശ 2 കഴിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് എൻ്റെ വീഡിയോ എനിക്ക് കമൻറ്റ് ചെയ്യും, ഞാൻ അവരെ സമ്മതിച്ചു തരാം. അമ്മാതിരി സാധനമാണ് കേട്ടോ. ഇത് 1 തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 2 കഴിക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് എന്നെ കൂടെ മെൻഷൻ ചെയ്തോ, ശബരി ദ ട്രാവലർ, മറക്കണ്ട. ഓക്കെ. ക്ഷേത്രം പണി പൂർത്തിയായപ്പോൾ ക്ഷേത്രത്തിന്റെ ഉയരം കണ്ട് അന്താളിച്ച രാജാവ് ശില്പിയോട് ചോദിച്ചു, ഈ ക്ഷേത്രം എപ്പോഴെങ്കിലും താഴേക്ക് വീഴുമോ? എന്നാൽ ശില്പിയുടെ മറുപടി ക്ഷേത്രത്തിന്റെ നിഴൽ പോലും ഭൂമിയിലേക്ക് പതിക്കില്ലെന്നുള്ളതായിരുന്നു. പിൽക്കാലത്ത് അത് സത്യമായി ഇന്ന് ലോകത്തിലെ തന്നെ നിഴൽ വീഴാത്ത ക്ഷേത്രം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ മഹാവിസ്മയമായി തീർന്നിരിക്കുന്ന തഞ്ചാവൂർ പെരിയ കോവിലാണ് ദേ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 1000 ആനകളും 5000 കുതിരകളും 1,30,000 പടയാളികളും 1.3 ലക്ഷം ടൺ കരിങ്കല്ലുകളും ഉപയോഗിച്ച് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ മഹാവിസ്മയം, അതാണ് തഞ്ചാവൂർ പെരിയ കോവിൽ അഥവാ തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിൾ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബൃഹദീശ്വര ക്ഷേത്രം. എന്നാൽ ഉച്ച സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തഞ്ചാവൂർ പെരിയ കോവിലെത്തുമ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് കോവിലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒറ്റ കല്ലിൽ തീർത്ത 81 ടൺ ഭാരമുള്ള ആ ഒരു മകുടം അതെങ്ങനെ അവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് JCB പോലും ഇല്ല, അല്ലേ, ക്രെയിൻ പോലും ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെ പ്ലേസ് ചെയ്തു എന്നുള്ളത് പലർക്കും സംശയം തോന്നാം. എങ്ങനെയായിരിക്കും അത് പ്ലേസ് ചെയ്തത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. തഞ്ചാവൂരിൽ നിന്നും ഏകദേശം 6.5 കിലോമീറ്റർ ദൂരെയുള്ള സരപല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നിർമ്മിച്ച ചരിഞ്ഞ ഒരു പ്രതലത്തിലൂടെയാണ് ഈ ശിലാഗോപുരത്തിന് മുകളിലേക്ക് ഈ മകുടം എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായോ? അതായത് 6.5 കിലോമീറ്റർ ദൂരത്ത് നിന്നും ചരിഞ്ഞ ഒരു പ്രതലം ഈ ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് നിർമ്മിക്കുകയും അതിലൂടെയാണ് ഈ മകുടം എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ തഞ്ചാവൂരൊക്കെ വരുമ്പോൾ ദേ ഇത്രയും മുകളിലെ ഈ മകുടം കാണുമ്പോൾ അതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു സ്റ്റോറി, ഒരു 6.5 കിലോമീറ്ററിന്റെ സ്റ്റോറി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. തഞ്ചാവൂർ പെരിയ കോവിലെത്തിയാൽ അടുത്ത കാഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത വലിയ ഒരു നന്ദിയുടെ പ്രതിമയാണ് കേട്ടോ. ഏകദേശം 25 ടൺ ഭാരമുള്ള ഒറ്റക്കൽ പ്രതിമ 16-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏകദേശം 100ഓളം ഭൂഗർഭ വഴികൾ, അതായത് അണ്ടർഗ്രൗണ്ട് പാർട്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. കുറേ കാലമായി മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹമാണ് ദേ കംപ്ലീറ്റ് ചെയ്തത്, തഞ്ചാവൂർ കോവിൽ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുള്ള കേട്ടോ. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ശബരി ദ ട്രാവലർ എന്നുള്ള ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കേരളത്തിൽ നിന്ന് എങ്ങനെ തഞ്ചാവൂർ എത്തിച്ചേരാമെന്ന് ചോദിച്ചാൽ KSRTC സർവീസ് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ട്രെയിൻ സർവീസും അവൈലബിൾ ആണ്. തഞ്ചാവൂരിൽ നിന്ന് അടുത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുംഭകോണത്താണ്. ഇവിടെ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രിക്കാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഡിഗ്രിക്കാരൻ ചില്ലറക്കാരനല്ല, ഒരു കോഫിയാണ്. ഡിഗ്രി കോഫി എന്ന ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കുംഭകോണം ഡിഗ്രി കോഫി കുടിക്കാനാണ് ദേ നമ്മൾ ഈ ഷോപ്പിൽ എത്തിയിരിക്കുന്നത്. കുംഭകോണം മംഗളാംബിക ടിഫിൻ സെൻറ്റർ, അവിടെയാണ് ഡിഗ്രി കോഫിയുടെ ആസ്ഥാനം എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ നട്ടുച്ച സമയത്ത് ഇവിടെ കോഫി കിട്ടൂലെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. കോഫിക്ക് പകരം തൽക്കാലം ഒരു മീൽസ് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. 100 രൂപയ്ക്ക് 2 കറിയും ഒരു ചോറും അല്ലാത്ത അവസ്ഥയായിപ്പോയി. ആക്ച്വലി ഇവിടുത്തെ ടിഫിനും അതുപോലെ തന്നെ പൊങ്കലുമാണ് അടിപൊളി എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ ഡിഗ്രിക്ക് പഠിച്ച് കോഫി കുടിക്കാൻ മറക്കണ്ട ഇവിടെ വന്ന്. തഞ്ചാവൂരിൽ നിന്ന് കാരക്കലിലേക്കുള്ള യാത്രാ മധ്യയാണ് ദേ ഇങ്ങനെ ഒരു ജ്യൂസ് വണ്ടി കണ്ടത് കേട്ടോ. എല്ലാവരും നിർത്തി കുടിക്കുന്ന കണ്ടു, അങ്ങനെ ഞങ്ങൾ നിർത്തി. സംഭവം ഇവിടുത്തെ സാത്തുക്കുടി ജ്യൂസ് ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ഈ സാത്തുക്കുടി ജ്യൂസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ദേ ഇത് അടിക്കുന്ന ഒരു രീതിയാണ്. ദേ ഒരു ഓപ്പൺ മിക്സിയിലാണ് ഈ ജ്യൂസ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്യൂർ ആയിട്ടുള്ള ഒരു ടേസ്റ്റ്, കയ്പൊന്നും ഇല്ലാതെ നല്ലൊരു ടേസ്റ്റിൽ നമുക്കിത് കുടിക്കാൻ പറ്റും കേട്ടോ. സാത്തുക്കുടി ജ്യൂസ് കുടിച്ചതും ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂലെന്നുള്ളതല്ല, ഉള്ളിലുള്ളതൊക്കെ അങ്ങ് തണുത്തുപോയെന്നുള്ളതാണ്. സത്യത്തിൽ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂടത്ത് ശരിക്കും സാത്തുക്കുടി ജ്യൂസ് കുടിക്കുമ്പോണ്ടല്ലോ നമ്മൾ ടോട്ടലി അങ്ങ് നല്ല കൂളാവും. അപ്പോൾ ഈ ഏരിയയിലേക്ക് വരുന്നവർ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് സാത്തുക്കുടി ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പല റേറ്റിൽ വരുന്നുണ്ട്, 20 to 50 വരെയൊക്കെ ജ്യൂസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കുടിക്കാം. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ശബരി ദ ട്രാവലർ എന്നുള്ള ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.
അവസാനം രാത്രിയോടുകൂടി നമ്മൾ നമ്മുടെ കാരക്കല്ലെത്തി കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത്. പോകുന്ന വഴി എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഒരു നൊസ്റ്റാൾജി അല്ലെങ്കിൽ റെട്രോ ഓട്ടോ സവാരിയാണ് കേട്ടോ. കാണുമ്പോൾ ശരിക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇളയരാജയുടെ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒരു TV ഫ്രെയിമിൽ ഇങ്ങനെ അവർ ഇരുന്ന് പോകുന്ന കണക്കല്ലേ, അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്മൾ തിയേറ്ററിലൊക്കെ ഇങ്ങനെ ഗ്രീൻ സ്ക്രീനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓട്ടോറിക്ഷ പോകുന്ന ഒരു ഫീലായിരുന്നു ഇതിന്. ഭയങ്കര രസമുള്ളൊരു ഫ്രെയിമായിരുന്നു കേട്ടോ. എനിക്ക് എത്ര നേരം ഷൂട്ട് ചെയ്തിട്ടും അത് കൊതി മാറിയില്ല എന്നുള്ളതാണ്. കാരക്കല്ലിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇത് കേട്ടോ. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച. നമ്മുടെ നാട്ടിലേക്ക് 2 പിള്ളേരെയൊക്കെ സ്കൂട്ടറിൽ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പോലെ ഇവിടെ 2 ആടുകളെ അപ്പുറം ഇപ്പുറം ഓപ്പോസിറ്റ് ആക്കിയിട്ട് നടുക്ക് വെച്ചിട്ട് കൊണ്ടുപോകാം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ 2 ആടിനെ കൊണ്ടുപോകാൻ മിനിമം ഒരു പിക്കപ്പെങ്കിലും വേണ്ടി വരും. ഇവരിത് 2 പേരുടെയും നടുക്ക് വെച്ചിട്ട് ഈ ആടിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു കാഴ്ച ഭയങ്കര രസകരമായിരുന്നു കേട്ടോ. ഇതാണ് ഇത്തവണത്തെ നമ്മുടെ കഥയിലെ നായകൻ എന്ന് പറയാം, ബാബു. പെരുമ്പാവൂരുകാരനാണ് ബാബു. പക്ഷേ ബാബുവിന്റെ കുട്ടിക്കാലവും ഒരു യൂത്ത് വരെ ഇവിടെ ആയിരുന്നു എന്നുള്ളതാണ്, കാരക്കലായിരുന്നു എന്നുള്ളതാണ്. ബാബുവിന്റെ അച്ഛൻ ഇവിടുത്തെ ഒരു വലിയ പ്രമാണിയായിരുന്നു. അതേ ഈ കാണുന്ന തടിമില്ല് നോക്കി നടത്തിയിരുന്ന അദ്ദേഹമായിരുന്നു കേട്ടോ. ഈ ഏരിയയിലെ തന്നെ, ഈ വലിയൊരു ഏരിയയിലെ തന്നെ ഒരു കണക്കപ്പിള്ളയായിട്ടാണ് ബാബുവിന്റെ ഫാദർ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്. ഇവർ എന്നെ சொல்லுவே யாரும் சொல்லுவே ബാബു അല്ലല്ല നേരത്തെ കണക്ക കണക്കപ്പുള്ളയുടെ കുട്ടി കണക്കപ്പുള്ള ഇന്ന് ശരിക്കും ബാബുവിന്റെ ഫാദറിന്റെ ഡെത്ത് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിവിടെ വന്നത്. ശരിക്കും ബാബുവിന്റെ ലൈഫിലെ വില്ലനായത് ഈ ഒരു മുള്ളാണ്. ബാബുവിന്റെ ഫാദർ ഈ തടിമില്ല് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലത്തെ മുള്ളു ചെടികളുണ്ട്, നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ മുള്ള് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ദിവസം കൊണ്ടു. പക്ഷെ അദ്ദേഹം അത് കാര്യമായിട്ട് എടുത്തില്ല. ദിവസങ്ങൾക്കപ്പുറം ആ കാല് നല്ല രീതിയിൽ പഴുക്കുകയും അങ്ങനെ ആ പഴുപ്പ് മാറ്റാനായിട്ട് ബാക്കി മരുന്നുകളും ഹോസ്പിറ്റലിലും ഒക്കെ കിടന്ന് അദ്ദേഹത്തിന്റെ ലിവറിന് പ്രശ്നം വരികയും അങ്ങനെ അദ്ദേഹം ഏകദേശം ഒരു 2 മാസം കൊണ്ട് മരണപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഒരാളുടെ മരണത്തിലേക്ക് പോലും എത്തിക്കാൻ പറ്റുന്ന ഒരു മുള്ളാണ് ഇത്. ഒരാളുടെ ജീവിതം, ഒരു കുടുംബത്തിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ഈ മുള്ള് വിചാരിച്ചപ്പോൾ സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ചികിത്സിച്ചു, ഒരുപാട് കാശ് പോയി, അവസാനം ആ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് നാഗപട്ടണത്തുള്ള തന്നെ നമ്മുടെ തഞ്ചാവൂരിനടുത്തുള്ള നാഗൂർ ദർഗയിലാണ് കേട്ടോ. ഇത്തവണത്തെ നമ്മുടെ യാത്ര തന്നെ ഒരു മതസൗഹാർദ്ദമായ യാത്രയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തഞ്ചാവൂർ ക്ഷേത്രം സന്ദർശിച്ചു. ഇപ്പോൾ നാഗൂർ ദർഗ വന്നു. ഈ ദർഗയിൽ ഏറ്റവും കൂടുതൽ, അതായത് 50% വരുന്നത് ഹിന്ദുക്കളാണെന്നാണ് പറയുന്നത് കേട്ടോ. ഹിന്ദു വിശ്വാസികളാണ് ഇവിടെ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ അടി കൂടുമ്പോഴും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ആരാധനാലയങ്ങളിൽ എല്ലാ വിശ്വാസികളും വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി ഈ ദർഗയുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ 16-ാം നൂറ്റാണ്ടിൽ തഞ്ചാവൂർ രാജാവായിരുന്ന അച്യുതപ്പ നായകന് ഒരു രോഗം വന്നു, മാറാ രോഗം വന്നപ്പോൾ ആ രോഗം സുഖപ്പെടുത്തിയത് ഇവിടുത്തെ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് പാരിതോഷികമായി രാജാവ് നൽകിയ 200 ഏക്കറിലാണ്, അതിന്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ദർഗ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തികച്ചും മതസൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണ്. ഒരുപാട് വിശ്വാസികൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് നാഗൂർ ദർഗ എന്ന് പറയുന്നത്. നമ്മൾ എന്താഗ്രഹിച്ച് ഇവിടെ വന്നാലും അടുത്ത വർഷം ആകുമ്പോൾ അത് സാധിക്കും എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. തഞ്ചാവൂർ പോകുമ്പോൾ എല്ലാവരും അതിൻ്റെ കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് നാഗൂർ ദർഗ. നാഗൂർ ദർഗയിൽ വന്നാൽ നേർച്ചയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ വരേണ്ടത് SS സ്വീറ്റ്സിലാണ് കേട്ടോ. കാരണം എന്ന് പറയുന്നത് അടിപൊളി ഐറ്റംസ് ആണ്. നമ്മൾ ഇന്ന് വരെ ടേസ്റ്റ് ചെയ്യാത്ത നല്ല പ്യുവർ ആയിട്ടുള്ള ഒരുപാട് സ്വീറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇവിടുത്തെ പാൽഗോവയാണ് കേട്ടോ. വൈറ്റ് പാൽഗോവ ഒരു രക്ഷയല്ല മക്കളെ, കിടുവാണ്. ഞാനും ദേ ഒരു 1 കിലോ മേടിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ വന്നവരൊക്കെ ഇത്തിരി ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്നുള്ളത് പുള്ളി ഒന്ന് പറഞ്ഞുതരും. സ്പെഷ്യൽ വന്നിട്ട് ബാദാം കോവ, ड्राई फ्रूट கோவா, காஜர் கேசரி, அத்திப்பழ அல்வா, முந்திரி அல்வா, பிஸ்தா அல்வா, பெரி அல்வா, பைனாப்பிள் அல்வா, ஸ்ட்ராபெரி அல்வா இருக்குது. தம் ரொட்டு, பால்கோவா, குலாப்ஜாம், பர்ஃபி ஐட்டம் வந்து பிஸ்தா பர்ஃபி, மஸ்கட் பர்ஃபி, அஜ்மீர் பர்ஃபி, ബ്ലാക്ക് കറന്റ് ബർഫി, എല്ലാ ബർഫി இருக்குது. എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ. ഫ്രഷ് ആയിട്ട് ഇവരിവിടെ മേക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിയിട്ട് പോവാം. ജില്ലി ജില്ലു മോർ ഗുള്ളു ഗുള്ളു മോർ, ജില്ലി ജില്ലു മോർ ഗുള്ളു ഗുള്ളു മോർ, ജില്ലി ജില്ലു മോർ ഗുള്ളു ഗുള്ളു മോർ. നാഗൂർ ദർഗയിലെ SS സ്വീറ്റ്സിൽ നിന്ന് സ്വീറ്റ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നല്ല വെള്ളം ദാഹമായപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടത് കേട്ടോ. ഈ സൗണ്ടാണ് എന്നെ ആദ്യം ആകർഷിച്ചത്. കുളുകുളുമോർ, ജില്ലി ജില്ലുമോർ, അടിപൊളി. എന്തായാലും യാത്രകളെന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സുണ്ടാവണം കേട്ടോ, എല്ലാം ആസ്വദിക്കാനും
അതുപോലെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടാകണം. അപ്പോഴാണ് ആ യാത്ര ഭയങ്കര രസകരമാവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു യാത്രികനാണ് ഞാൻ. പലതിലും ഞാൻ സംശയിച്ച് നിൽക്കാറില്ല. പലതും എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആ മധുരമൊക്കെ ഇങ്ങനെ അടിച്ച് കയറ്റിയിട്ട് ബോഡി ഇങ്ങനെ കുറച്ച് അസ്വസ്ഥമായിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ചിലിച്ചിലും മോറ് ഗുളുഗുളു മോറ് കിട്ടിയത് കേട്ടോ. അതോടുകൂടി ബോഡി വീണ്ടും ആക്റ്റീവായി നമുക്ക് വീണ്ടും യാത്ര ചെയ്യാനുള്ളൊരു എനർജി കിട്ടിയെന്നുള്ളതാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതൊരു ലെവൽ ക്രോസ് ആണ്. ഇവിടുത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് അല്ലെങ്കിൽ പോട്ടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളോടുള്ള ഒരു കരുതലാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഇതൊരു ലെവൽ ക്രോസ് ആണ്. ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അരമണിക്കൂറൊക്കെ നമ്മൾക്ക് ട്രെയിൻ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഇവിടെ വരുന്ന 2 വീലേഴ്സിനും അതുപോലെ തന്നെ യാത്രക്കാർക്കൊന്നും വെയിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പഞ്ചായത്തോ വില്ലേജോ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ മുകളിലൊരു ഗ്രീൻ സ്ക്രീൻ ഇട്ടിരിക്കുക. ഇതുപോലെ ഇനി നമ്മുടെ നാട്ടിലൊക്കെ എന്ന് നടക്കുമോ എന്തോ കേട്ടോ. ജനങ്ങളോടുള്ളൊരു കരുതൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവുമോ എന്തോ. അടുത്തതായിട്ട് നമ്മൾ നാഗപട്ടണം തുറമുഖത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിറയെ ബോട്ട് നിർമ്മാണമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വലിയ വലിയ ബോട്ടുകൾ നിർമ്മിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. ഈ നാഗപട്ടണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2004 സുനാമി അഫക്റ്റ് ചെയ്ത ഒരു വലിയ പട്ടണമാണ് ഈ നാഗപട്ടണം എന്ന് പറയുന്നത്. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ. ഈ ഒരു പട്ടണം തന്നെ ഇല്ലാതെ ആയിപ്പോയെന്നുള്ളതാണ് ഇപ്പോൾ ഇവരെല്ലാം റീക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുനാമിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമാണ് നാഗപട്ടണം എന്നുള്ളത്. ആ ഒരു ശേഷിപ്പിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസികൾക്ക് ഏറെ പ്രധാനമായ വേളാങ്കണ്ണി മാതാവിൻ്റെ വേളാങ്കണ്ണി ചർച്ചിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. വേളാങ്കണ്ണി മാതാവിൻ്റെ അതിപ്രസിദ്ധമായ പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഉണ്ണിയേശുവിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന മാതാവിൻ്റെ രൂപം ഇവിടെ കാണാവുന്നതാണ്. കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ ഇവിടെ ധാരാളമായി എത്തിച്ചേരുന്നതായി കാണാൻ പറ്റും. ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല കേട്ടോ, എല്ലാ മതത്തിൽപ്പെട്ട വിശ്വാസികളും ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേർക്ക് വിശ്വാസമുള്ള ഒരു പള്ളി കൂടിയാണ് വേളാങ്കണ്ണി ചർച്ച് എന്ന് പറയുന്നത്. എന്താഗ്രഹം നമ്മൾ മനസ്സിൽ വിചാരിച്ചാലും ആ ആഗ്രഹം സാധിക്കാനായിട്ട് ഇവിടെ വന്ന് മെഴുകുതിരി കത്തിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളും അങ്ങനെ കുറച്ച് മെഴുകുതിരി കത്തിച്ചിട്ട് അടുത്ത യാത്രയിലേക്ക് തിരിച്ചുള്ള യാത്രയിലേക്ക് തയ്യാറെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വേളാങ്കണ്ണിയോ ഒരു തഞ്ചാവൂരോ അതുപോലെ തന്നെ ഒരു നാഗൂർ ദർഗയോ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത്രയും സ്പോട്ടുകളൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഒരു 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് ആയിട്ട് നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും. ബിരിയാണിയുടെ കൂടെ കത്തിരിക്ക കറിയോ ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അല്ലേ, അങ്ങനെ ഒരു കോമ്പിനേഷൻ. എന്നാൽ അങ്ങനെ ഒരു അടിപൊളി കോംബോ കിട്ടുന്ന അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അല്ല, തഞ്ചാവൂരും വേളാങ്കണ്ണിയൊക്കെ പോകുന്നവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന അടുത്തൊരു കിടില സ്പോട്ടിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സേലം RR ബിരിയാണി. തഞ്ചാവൂരും ഉണ്ട്, തിരുവാരൂരും ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറയുന്നത് തിരുവാരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ റിട്ടേൺ വന്നപ്പോൾ ഇവിടെ കയറി ബിരിയാണി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇനി ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന ഒരു കോംബോയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. സംതിങ് ഡിഫറെൻ്റ് എന്ന് പറയേണ്ടി വരും. അതായത് കത്തിരിക്ക കറി. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മട്ടൻ്റെയും ചിക്കൻ്റെയൊക്കെ കുളമ്പ് കൂട്ടുന്നതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഫീൽ ചെയ്തത് ഈ കത്തിരിക്ക കറിക്കാണ് കേട്ടോ. അടിപൊളി ഐറ്റം. അപ്പോൾ സേലം RR ബിരിയാണി എവിടെ കണ്ടാലും കയറി കഴിച്ചോ, നല്ല ബിരിയാണി ഈ കത്തിരിക്ക വിഴുക്കും കിട്ടുമെന്നുള്ളതാണ്. ഞങ്ങൾ വന്നപ്പോൾ മട്ടൻ ബിരിയാണി തീർന്നു. വൈകുന്നേരം ഒരു 4 മണി ആയായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി ഒരിക്കൽ മട്ടൻ ബിരിയാണി കഴിക്കാൻ തീർച്ചയായിട്ടും വരണം കേട്ടോ. ജ്യൂസ് നല്ല ജ്യൂസ് കുടിക്കാം. ബിരിയാണി കഴിച്ചിറങ്ങിയപ്പോഴാണ് ഇവിടെ വീണ്ടും ഒരു സാത്തുക്കുടി ജ്യൂസ്. എന്തായാലും ഈ ട്രിപ്പ് സാത്തുക്കുടി ജ്യൂസ് കുടിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ കയറിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ചേച്ചിയുടെ ആ ഒരു മേക്കിംഗ് കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രഷൻ തോന്നിയിട്ട് ഞാനൊന്ന് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. സംഭവം വളരെ സിമ്പിളാണ്. കറണ്ടൊന്നും വേണ്ട, മിക്സി ഒന്നും വേണ്ട. നമ്മൾ കൈകൊണ്ട് തന്നെ മാനുവലായിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ്. ഹായ് ഗൈസ്, ഞാൻ സ്വന്തമായിട്ട് അടിച്ച ജ്യൂസ് ഞാൻ സ്വന്തമായിട്ട് കുടിക്കട്ടെ. ഓക്കെ, കൊള്ളാം, അടിപൊളി, സൂപ്പർ. കുറച്ച് മനുഷ്യത്വം ഉള്ളിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ അവരുടെ ആ കുഞ്ഞു വീട് കണ്ടത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഓരോ മനുഷ്യരും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്നതെന്നുള്ളത് നമ്മൾ പലരും മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നമ്മളുടെ കുട്ടികളൊക്കെ എല്ലാ സുഖ സൗകര്യങ്ങളോടും വളരുമ്പോൾ അങ്ങനെ ഒരു സൗകര്യവും ഇല്ലാതെ വളരുന്ന ഒരു തലമുറ കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി തരുക എന്നുള്ളത് എൻ്റെ യാത്രകളുടെ പലപ്പോഴും ഉള്ളൊരു ഉദ്ദേശമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീട് കാണിക്കുന്നത്.
വളരെ ചെറിയ ഒരു കുഞ്ഞു വീട്, അതിനകത്ത് ഒരു ഒറ്റ റൂം, ഇതിനകത്താണ് അവരെല്ലാവരും കിടക്കുന്നത്. ഇനി ഈ കുട്ടിയുടെ ഒരു ആഗ്രഹം ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഏത് ദേശത്ത് പോയാലും ഞാൻ അവിടുത്തെ കുട്ടികളുടെ ഒരു ആഗ്രഹം ചോദിക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന കുട്ടികൾക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരു എയിം തോന്നും, നമ്മുടെ ലൈഫിൽ അതാവണം, നമ്മുടെ ലൈഫിൽ അങ്ങനെ സക്സസ് ആവണം എന്നൊക്കെ ഉള്ളൊരു പ്രചോദനം പലപ്പോഴും തോന്നും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ പറയുന്നതിനേക്കാൾ അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ പറയുമ്പോഴാണ് അവർക്കും അതാകണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം തോന്നുന്നത്. மகதி மகதி எத்தனை ஸ்டாண்டர்ட் படிக்கிற? 3வது. 3ஆவதா? படிச்சு என்ன ஆகணும்னு ஆசை? படிச்சு என்ன ஆகணும்னு ஆசை? വക്കീലാ. വക്കീലാ? അടാടാടാ, വക്കീലാ. എൻ്റെ യാത്രകളിൽ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ഒരു സമ്പാദ്യവുമായിട്ട് ഞാൻ എടുത്തു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്കിപ്പുറം, ഇപ്പം നിങ്ങൾ കാണുന്നത് 15 വർഷം മുന്നേ ഞാൻ യാത്ര ചെയ്ത പല സ്ഥലങ്ങളും ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഈ സ്ഥലങ്ങളൊക്കെ വീണ്ടും ഞാനൊരു 15 വർഷം കഴിയുമ്പോൾ ട്രാവൽ ചെയ്യണമെന്നുള്ളതും അപ്പോൾ ഈ കുട്ടികളൊക്കെ കളക്ടറും വക്കീലും ഡോക്ടറും ഒക്കെ ആയി മാറണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അന്നൊക്കെ ഇവരെ വന്ന് കാണണം, ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതിനെന്തായാലും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു യാത്രയായിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം തഞ്ചാവൂരും നാഗൂർ ദർഗയും വേളാങ്കണ്ണിയൊക്കെ പോകുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, തഞ്ചാവൂർ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് നമ്മുടെ തലസ്ഥാനത്താണ് കേട്ടോ, തിരുവനന്തപുരത്താണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് ഒരു അവാർഡുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സംവിധാനവും നിർമ്മാണവും അതുപോലെ തന്നെ ക്യാമറയും നിർവഹിച്ച ദ ലോൺ സെന്റിനൽസ് ഓഫ് നീലഗിരി ഫോറസ്റ്റ് എന്ന് പറയുന്ന, അതായത് വർഷങ്ങൾക്ക് മുന്നേ കോത്തഗിരിയിൽ തകർന്നു വീണ ആ ഒരു ഫ്ലൈറ്റ് ക്രാഷിന് ഒരുപാട് ഇന്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ ദേ കേരളത്തിൽ നിന്ന് നമുക്ക് അവാർഡുകളൊക്കെ ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവാർഡ് വാങ്ങാനായിട്ട് ഞാൻ നമ്മുടെ വയലോപ്പള്ളി സംസ്കൃതി ഭവനിലാണുള്ളത്. വളരെ നല്ലൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. ബഹുമാനപ്പെട്ട സൂര്യ കൃഷ്ണമൂർത്തി സാറും അതുപോലെ തന്നെ കാവാലം ശ്രീകുമാർ സാറും മുൻ മന്ത്രിയായിരുന്ന ശക്തൻ സാറും എല്ലാം കൂടിയാണ് സമ്മാനിച്ചത്. അപ്പോൾ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചത് ആസ്മയും അതുപോലെ തന്നെ സാംസ്കാര സാഹിതിയും കൂടെ ചേർന്നിട്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ഡോക്യുമെൻ്ററിക്ക് ഒരു അവാർഡ് കരസ്ഥമാക്കിയ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ അതുവരെ എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഓക്കെ.